യൂട്യൂബ് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സനത് കുമ്പിടി. കൊതുകിനെ പിടിക്കുന്ന ഒരു മെഷീനായിട്ട് വന്നിരിക്കുന്നത്. ഇത് നോൺ പോയിസണാണ്. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ തന്നെ നമുക്ക് കൊതുകിനെ തുരത്താം. വീഡിയോയിലേക്ക് കിടക്കാം. ഇതിലേക്ക് ആവശ്യമായുള്ള സാധനങ്ങൾ നമ്മൾ ഒരു ചെറിയൊരു PVC പൈപ്പോ അല്ലെങ്കിൽ ഒരു കാലി ബോട്ടിലോ മതി. രണ്ട് സൈഡും കട്ട് ചെയ്തിട്ടുള്ള ഒരു കാലി ബോട്ടിൽ, PVC പൈപ്പ്, പിന്നെ ഒരു പഴയ പിന്ന്. അതിൻ്റെ ആ പിന്ന് മാത്രം എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അത് കോലുമിഠായിയുടെ ഇതാണ്. പിന്നെ ഒരു പഴയ അടപ്പ്, ഒരു ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ടോയ്സിൽ നിന്ന് കിട്ടുന്ന ഒരു മോട്ടറുണ്ട്. പിന്നെ ഒരു വയറിൻ്റെ പീസ്, രണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ പീസ് അതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു അതുപോലെ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തൊരു ഭാഗമാണ് ഇത്. ചൂടാക്കിയിട്ട് മടക്കിയിട്ടുണ്ട് ഞാനത്. പിന്നെ ഒരു ബ്ലൂ LED ബൾബ് വേണം. ഒരു 100 ohms റെസിസ്റ്റർ. പിന്നെ ഒരു ചാർജറിൽ നിന്ന്, പഴയ നോക്കിയ ചാർജറിൽ നിന്ന് എടുത്തൊഴിവാക്കിയൊരു ബോർഡ്. ഇനി നമുക്ക് ഈ 3 പിന്നിൽ നിന്ന് അതിൻ്റെ പിന്ന് മാത്രം അഴിച്ചെടുക്കാം. പിന്ന് മാത്രം അഴിച്ചെടുത്തിട്ട് നമുക്ക് ആ പിന്നിൽ നമ്മളത് വെച്ച് പൈപ്പിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ആ പിന്ന് കിടക്കുന്ന രീതിയിൽ 2 ഹോൾ ഉണ്ടാക്കണം. ആ മാർക്ക് ചെയ്ത ഭാഗത്ത് 2 ചെറിയ ഹോൾ ഉണ്ടാക്കുക. ഇതുപോലെ 2 ഹോൾ ഉണ്ടാക്കുക. നമ്മൾ ചൂടാക്കിയിട്ട് കത്തി കൊണ്ട് ഉണ്ടാക്കിയാൽ മതി. ഇതുപോലെ 2 ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ആ പിന്നിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 2 വയറുണ്ടല്ലോ, അത് ആ പിന്നിൽ കണക്റ്റ് ചെയ്യുക. അതുപോലെ നല്ല ടൈറ്റ് ചെയ്ത് കണക്റ്റ് ചെയ്യുക. അതിനുശേഷം ആ പിന്നെ ഇതിൽ വെച്ച് നമ്മൾ അതിൽ ടൈറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതുപോലെ ആ 3 പിന്നിൽ നിന്ന് അഴിച്ചെടുത്ത പിന്ന് മാത്രം എടുത്തിട്ട് നമ്മളിതാ ടൈറ്റ് ചെയ്യാൻ പോകുന്നു. ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് പ്രൊപ്പല്ലറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലാസ്റ്റിക് പീസ് നമ്മൾ അത് സോൾഡിങ്ങാനോ മറ്റോ വെച്ച് നമ്മൾ നന്നായി ചൂടാക്കി, ലൈറ്റർ ഉപയോഗിച്ച് ചൂടാക്കിയാലും മതി. ചൂടാക്കിയിട്ട് നമ്മളത് വളച്ച് കൊടുക്കുക. ഞാൻ നേരത്തെ വളച്ച് വെച്ചതാണ്. പിന്നെ അതിന് ശേഷം ഒരു ഹോളും സെൻറ്ററിൽ ഹോളും ഇട്ട് കൊടുക്കണം. ഹോളിട്ട് കൊടുക്കുക. അതൊരു കത്തി കൊണ്ടോ ഒരു കത്രിക എടുത്തിട്ട് എന്തൊരു ഹോളിട്ട് കൊടുത്താൽ മതി. ഇതുപോലെ ഒരു പ്രൊപ്പല്ലറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആ മോട്ടർ വെച്ചിട്ട് ആ പൈപ്പിൽ നമ്മൾ ഇതുപോലെ മാർക്കിങ് ചെയ്യണം. അതുപോലെ അപ്പുറത്തെ സൈഡിലും അതിൻ്റെ 2 സൈഡിലും ഇതുപോലെ 2 മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്ത ശേഷം ആ മാർക്കിൽ ചെറുതായിട്ട് ഒരു നൈഫ് എടുത്തിട്ട് കട്ട് ചെയ്യുക. 2 സൈഡിലും കട്ട് ചെയ്യുക. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. 2 സൈഡിലും ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പീസ് ഉണ്ടല്ലോ, പ്ലാസ്റ്റിക് പീസ് ഇതിനകത്ത് കൂടെ അപ്പുറം ഇത് അതുപോലെ ഫിറ്റ് ചെയ്യുക. ആ 2 പ്ലാസ്റ്റിക് പീസും എടുത്തിട്ട് ഫിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒരു LED ബൾബും അതുപോലെ തന്നെ 100 ohms റെസിസ്റ്റർ എടുത്ത് വെച്ചിട്ടുണ്ട്, ബ്ലൂ LED ബൾബ്. ഈ ബ്ലൂ LED ബൾബിൻ്റെ പോസിറ്റീവ് ലെഗിൽ, അതായത് നമ്മൾ പുതിയൊരു LED വാങ്ങുമ്പോൾ വലിയ ലെഗായിരിക്കും പോസിറ്റീവ് ലെഗ്. ആ പോസിറ്റീവ് ലെഗിൽ നമ്മളിതുപോലെ 100 ohms റെസിസ്റ്റർ സോൾഡർ ചെയ്ത് ആ 100 ohms റെസിസ്റ്ററിനെ ആ മോട്ടറിൻ്റെ ഒരു ലെഗിൽ നമ്മൾ സോൾഡർ ചെയ്ത് വെക്കുക. ഏത് മോട്ടറിൻ്റെ ലെഗിൽ സോൾഡർ ചെയ്ത് വെക്കുക. അതുപോലെ സോൾഡർ ചെയ്ത് വെച്ച് അടുത്ത LEDയുടെ അടുത്ത ലെഗ് മറ്റേ പോയിന്റിലും സോൾഡർ ചെയ്ത് വെച്ച് നല്ലപോലെ മേലേക്ക് മടക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ഒരു 2 വയർ എടുത്തിട്ട് ആ മോട്ടറിൻ്റെ ഓരോ ലെഗിലായിട്ട് നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അതുപോലെ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇനി മോട്ടർ നമുക്ക് ആ പൈപ്പിനകത്തേക്ക് ഇറക്കി വെക്കാം. ഇതുപോലെ ഇറക്കി വെക്കുക അല്ലേ. ഇതുപോലെ ഇറക്കി വെച്ചതിന് ശേഷം ഇനി നമുക്ക് ആ മോട്ടർ നന്നായിട്ട് ഗ്ലൂ ഇട്ടിട്ട് ടൈറ്റ് ചെയ്യുക. ഇതുപോലെ ഗ്ലൂ
എന്ത് ഗ്ലൂ ആയാലും കുഴപ്പമില്ല. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്ലൂ ഗൺ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇനി ആ പുറത്തേക്ക് നിൽക്കുന്ന പ്ലാസ്റ്റിക് ഭാഗം നമ്മൾ നൈഫ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സോൾഡറിങ് ഉപയോഗിച്ച് തന്നെ നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അത് കട്ട് ചെയ്തതിന് ശേഷം സോൾഡറിങ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉരുക്കി കൊടുക്കുക. അപ്പോൾ അത് അവിടെ ജോയിൻ്റായിട്ട് നന്നായിട്ട് ജോയിൻ്റായിട്ടിരിക്കും. നമുക്ക് സെപ്പറേറ്റ് ഒട്ടിക്കേണ്ട ആവശ്യമില്ല. സോൾഡറിങ് വെച്ചൊന്ന് ചൂടാക്കി കൊടുത്താൽ മതി. അത് നന്നായിട്ട് ജോയിൻ്റായിട്ട് ഇരിക്കും. അതവിടെ രണ്ട് സൈഡും ഇതുപോലെ ചൂടാക്കി വെക്കുക. ഇനി നമ്മൾ ആ നോക്കിയ ചാർജറിനകത്ത് നിന്ന് എടുത്തു വെച്ച ആ ബോർഡ് ഉണ്ടല്ലോ, അതിൽ നമ്മൾ AC 220 വോൾട്ട് കൊടുക്കുന്ന 2 പോയിൻറ്റുകളുണ്ട്. അതിൽ നമ്മൾ ആ പിന്നിൽ നിന്ന് എടുത്തിട്ടുള്ള ആ 2 വയർ കണക്റ്റ് ചെയ്യുക. ആ 3 പിന്നിൽ നിന്ന് നമ്മൾ ഒഴിവാക്കിയെടുത്ത പിന്നുണ്ടല്ലോ, അതിൽ നിന്ന് എടുത്തുള്ള 2 വയർ നമ്മൾ AC ഇൻപുട്ട് കൊടുക്കുന്ന പോയിന്റിൽ നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അതുപോലെ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം അടുത്ത 2 വയർ നമ്മൾ മോട്ടറിൽ നിന്ന് വന്ന 2 വയർ എടുത്തിട്ട് ചാർജർ മൊബൈലിലേക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന 2 വയർ കൊടുത്തിരുന്ന ആ ഭാഗത്ത് നമ്മൾ ഇതുപോലെ കണക്റ്റ് ചെയ്യുക. നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് കറക്റ്റ് ചെയ്യണം. LED പോസിറ്റീവ് കൊടുത്തിടത്ത് നമ്മൾ ബോർഡിൽ നിന്ന് പോസിറ്റീവ് കൊടുക്കണം. അതിനുശേഷം ബോർഡ് ഈ പൈപ്പിനകത്ത് ഇറക്കി വെച്ച് ഇതുപോലെ നന്നായിട്ട് ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഫിക്സ് ചെയ്യുക. അതുപോലെ വയറുകളും നന്നായിട്ട് ഫിക്സ് ചെയ്യുക. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനവിടെ AC 220 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. റെഡിയാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഒരു ബോട്ടിലിൻ്റെ അടപ്പുണ്ടല്ലോ, അത് നമ്മൾ ബോട്ടിലിൻ്റെ അടപ്പിൻ്റെ സൈഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ 3 ഭാഗങ്ങളാക്കിയിട്ട് കറക്റ്റ് 3 ഭാഗമാക്കിയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. അതിൽ സോൾഡറിങ് ഗൺ ഉപയോഗിച്ചോ ഒരു നൈഫ് ഉപയോഗിച്ചോ ചെറിയ ഹോൾ ഇടുക. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് നൈഫ് ഉപയോഗിച്ചിട്ട് നൈഫ് ഉപയോഗിച്ചോ ഹോൾ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചുള്ള പൈപ്പ് ഉണ്ടല്ലോ, ചെറിയ പൈപ്പ്, അത് കോലുമിഠായിയുടെ കാലാണത്. നമ്മൾ കോലുമിഠായി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കോലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതാ അല്ലേ. അത് വെച്ചതിന് ശേഷം മുകളിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക. മുകളിൽ ചൂടാക്കിയിട്ട് അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് പശ ഇടേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഒട്ടിപ്പിടിക്കുക ഇവിടെ. അതുപോലെ ചൂടാക്കി കൊടുക്കുക. നമ്മൾ ലൈറ്റർ ഉപയോഗിച്ചിട്ട് സോൾഡറിങ് ഉപയോഗിക്കുക. എന്നിട്ട് അടിഭാഗത്ത് നമ്മൾ പശ ഇട്ട് കൊടുക്കുന്നുണ്ട്. അടിഭാഗത്ത് നന്നായിട്ട് പശ ഇട്ട് കൊടുക്കുക. 3 ലെഗിൽ നന്നായിട്ട് പശ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിനി ഇത് ആ പൈപ്പിലേക്ക് മുകൾ ഭാഗത്തായിട്ട് ഇറക്കി വെക്കുകയാണ്. ഉള്ളിലേക്ക് ആ കാലുകളെല്ലാം ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ നമ്മൾ ഇറക്കി വെച്ചതിന് ശേഷം നന്നായിട്ട് ഗ്ലൂ ഇട്ട് ഒട്ടിച്ചു കൊടുക്കുക. ആ 3 കാലുകൾ നന്നായിട്ട് ഗ്ലൂ ഇട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഗ്ലൂ ഇട്ട് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെ കൊതുക് പിടിക്കുന്ന മെഷീൻ റെഡി ആയിട്ടുണ്ട്. എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ AC കൊടുത്തിട്ടുണ്ട്. ആ പ്രൊപ്പല്ലറിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് കാരണമാണ് ആ പേപ്പർ പീസൊക്കെ നീങ്ങിപ്പോയി കണ്ടില്ലേ. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. നമ്മൾ ആ നീല ലൈറ്റിലേക്ക് ആകർഷിക്കപ്പെടുന്ന കൊതുകുകൾ മുകളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രൊപ്പല്ലർ ഹൈ സ്പീഡിൽ വർക്ക് ചെയ്യുന്ന പ്രൊപ്പല്ലറിൻ്റെ ശക്തിയിൽ ആ കൊതുക് അങ്ങോട്ട് താഴേക്ക് പ്രൊപ്പല്ലറിലേക്ക് വലിച്ചെടുക്കുകയും പ്രൊപ്പല്ലറിൽ തട്ടി കൊതുക് ചാവുകയും ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ പ്രവർത്തനം. ഞാനത് നന്നായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഞാനത് AC പ്ലഗിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സംഭവം.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.